ബഹുമാനപ്പെട്ട അധ്യക്ഷനും വേദിയിലുള്ള ദേവദാസന്മാർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ മെമ്പേഴ്സിനും വേഗം വരുന്ന കർത്താവിനായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ ശ്രേഷ്ഠവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ ഭാവനയുടെ പേര് എ ഷോർട്ട് ബോട്ടിംഗ് ത്രൂ ഗന്നേസരത്ത് ലേക്ക്. അത് മനോഹരമായ ഗലീലയിലെ ആ ഗ്രാമം വൃക്ഷ സസ്യാദികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ കരഭാഗവും വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു ഗന്നേസരത്ത് തടാകം. ആ തടാകത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുവാൻ ഏകദേശം 36 മണിക്കൂർ ആവശ്യമായതിനാൽ അങ്ങോട്ട് പോകുവാൻ ഇപ്പോൾ സമയമില്ല. എങ്കിലും ആ ബോട്ട് ജെട്ടി വരെ ഒന്ന് പോയി വരാം. വളരെ ജനസാന്ദ്രതയുള്ളതിനാൽ വിവിധമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന വലിയൊരു കൂട്ടം ഇവിടെ കണ്ടു. അതിൽ ചെറിയ തട്ടുകടയും റെസ്റ്റോറൻറ്റ്സും മുതൽ വലിയ ഹൈടെക് IT കമ്പനി വരെ സജീവമായിരുന്നു. ഇത്രയും ക്രൗഡഡായ ആ ബോട്ട് ജെട്ടിയിൽ ദിവസവും മോർ ദാൻ 10,000 ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യാറുണ്ട്. ഈ ബോട്ട് യാത്രയ്ക്ക് ആവശ്യമായ ടിക്കറ്റ്സിൻ്റെ ടോക്കൺ കളക്ട് ചെയ്യാൻ പോലും വലിയ ക്യൂ പാലിക്കുന്നതായി കാണാം. അതിൻ്റെ നടുവിൽ അതാ ഒരു ചെറുപ്പക്കാരൻ, കണ്ടാൽ അതിസുന്ദരൻ, മനോഹര രൂപൻ, പഞ്ഞി പോലുള്ള വസ്ത്രം ധരിച്ചവൻ, സൂര്യചന്ദ്രന്മാരെക്കാൾ പ്രകാശമുള്ള തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരുവൻ. അദ്ദേഹവും ഒരു ബോട്ടിന് വേണ്ടി സെർച്ച് ചെയ്യുകയായിരുന്നു. ഒത്തിരി ബോട്ടുകൾ ജെട്ടിയിൽ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. എങ്കിലും 2 എണ്ണം കരയ്ക്ക് അടുത്ത് കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. വിവിധ നിറത്തിലുള്ള ഷേപ്പിലും ഒത്തിരി ഫെസിലിറ്റീസ് ഉള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ, ഫ്രീ വൈഫൈ ഉള്ള ഒത്തിരി ബോട്ടുകൾ അവൈലബിൾ ആയിരുന്നു. എന്നാൽ ഈ കോമള രൂപൻ ചോദിച്ചത് ഒരു സാധാരണ കാണാനൊട്ടും ഭംഗിയില്ലാത്ത ഇടയ്ക്കിടെ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന, ശരിക്കും പറഞ്ഞാൽ എന്നും മെയിൻ്റനൻസ് ചെയ്യേണ്ടിയിരുന്ന ഒരേ ഒരു ബോട്ട് ശ്രദ്ധയിൽപ്പെട്ട് ആ ബോട്ടിൽ കയറാൻ പെർമിഷൻ ചോദിച്ചിട്ട് ആ ബോട്ടിൽ കയറി. ഈ ബോട്ടിൽ കയറി പാസഞ്ചറിനെ കണ്ടിട്ട് ബോട്ടിൻ്റെ ഉടമ ആകെ ഭയപരവശനായി. മറ്റൊന്നുമല്ല, പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാകുമോ, എങ്ങനെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അങ്ങനെ ആകെ ആകുലതയായി. തൊണ്ടയിടറിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുമ്പോൾ അതാ പാസഞ്ചേഴ്സ് എല്ലാം തിക്കും തിരക്കും ഉണ്ടാക്കി ഈ ബോട്ടിലേക്ക് കയറുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ചിലർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, എന്നാൽ ഒത്തിരി പേർ അത് കാര്യമാക്കുന്നതേ ഇല്ല. എന്നാൽ ഈ ബോട്ടിൻ്റെ ഫുൾ സീറ്റ് കപ്പാസിറ്റി കഴിഞ്ഞപ്പോൾ ബോട്ട് ഉടമയോട് ആ കോമളരൂപനായ ചെറുപ്പക്കാരൻ ജെട്ടിയിൽ നിന്ന് ബോട്ട് അല്പം മുൻപോട്ട് നീക്കാൻ പറഞ്ഞിട്ട് ബോട്ടിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു. ബോട്ട് ഉടമ ആകെ ടെൻഷനായിരുന്നു. കാരണം തൻ്റെ വീട്ടുകാർ, കൂട്ടുകാർ, വർക്ക്ഷോപ്പ്, ഈവനിങ് പാർട്ടി, കൂട്ടായ്മ എല്ലാം വിട്ടിട്ട് പോകണം എന്നുള്ള ചിന്തയൊക്കെ ഓടി വന്നെങ്കിലും ആ കോമളരൂപനെ കണ്ടാൽ അനുസരിക്കാതിരിക്കാൻ തോന്നുകയില്ല. സോ ഞാൻ അങ്ങനെ ബോട്ട് മൂവ് ചെയ്തു. ആ യാത്രയിൽ എൻ്റെ ഉള്ളിൽ ആരോടും പറയാതെ മനസ്സിൽ വെച്ചിരുന്ന ചോദ്യങ്ങളിലൊക്കെ മറുപടിയായിരുന്നു അത്. ആ മനോഹര രൂപൻ സൗമ്യതയോടെ സഹയാത്രികരോട് മനസ്സിലാകുന്ന ഭാഷയിൽ നിത്യജീവനെ പറ്റി പറഞ്ഞത് ആ കേട്ടതല്ല എൻ്റെ ഉള്ളത്തിൽ ആനന്ദമായി. അങ്ങനെ ഞാൻ റിലാക്സ് ആയിരുന്നപ്പോൾ അത് അടുത്ത ഓർഡർ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുകയാണ്. ഞാനാണെങ്കിൽ ഒരു വിധം കൊള്ളാകുന്ന വല ജെട്ടിൽ നിന്ന് എടുക്കാൻ മറന്നും പോയി. എന്നാലും ഉണ്ടായിരുന്ന കീറാറായ വല എടുത്ത് ആ കോമളരൂപൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് വല ഇറക്കി. എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത്ഭുതമെന്ന് പറയട്ടെ, വല നിറഞ്ഞ് കവിഞ്ഞ് മീൻകൂട്ടം കിട്ടി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 5 വർഷത്തിന് മുമ്പേ ആയിരുന്നു അത്രയും ഇല്ല എങ്കിലും പകുതിയോളം മീൻ കിട്ടിയത്. ശരിക്കും എൻ്റെ കരിയറിൽ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അന്നത്തെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെക്കോർഡ് ബിസിനസ് ആയിരുന്നു അത്. എൻ്റെ അവസാനത്തെ വലയിടിയിലുമായിരുന്നു. പിന്നീടുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ പ്രൊഫഷൻ ചേഞ്ച് ആയിട്ട് പ്രൊമോഷനോടുകൂടെ പുതിയ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉടനെ തന്നു. മനുഷ്യനെ പിടിക്കുന്നവൻ. ആദ്യം ആ ജോലി എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും എൻ്റെ കർത്താവിനോട് കൂടെ നടക്കാനും മലയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരുമിച്ച് പോകാനും മെഗാ കൺവെൻഷൻ സ്പീക്കർ ആകാനും ഒക്കെ സാധിച്ചു. ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേര് മാനസാന്തരപ്പെട്ടു. അനേകരെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ മൂലം സാധിച്ചു. എങ്കിലും എനിക്ക് കുറച്ച് കുറവുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചു. എങ്കിലും അതൊന്നും വലിയ കാര്യമാക്കാതെ പ്രത്യാശയുടെ അപ്പോസ്തലനായി എന്നെ ഉയർത്തി. ഇപ്പോൾ ഞാനും എന്നോട് കൂടെ ഉണ്ടായിരുന്ന കോമളരൂപനായ ചെറുപ്പക്കാരനും ആരാണെന്ന് ഏവർക്കും മനസ്സിലായല്ലോ. റെഫറൻസ് ലൂക്കോസ് chapter 5 verse 1 to 10. Thank you.